പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം വാരാണസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കം 18-ലധികം കേന്ദ്രമന്ത്രിമാരും 12 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും അനുഗമിക്കും. പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി മോദി ഗംഗയിൽ പ്രത്യേക പ്രാർത്ഥന നടത്തി. 5ാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ഇന്ന് ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ സംയുക്ത റാലിയിൽ പങ്കെടുക്കും. അമേഠിയിലും റായ്ബറേലിയിലും പ്രിയങ്ക ഗാന്ധി പ്രചാരണം തുടരും. രാധാകൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാധാകൃഷ്ണൻ, എപ്പോഴാണ് മോദിയുടെ പത്രികാ സമർപ്പണം? അതിനു മുൻപായി മോദി എന്തൊക്കെയാണ് ചെയ്തത്? വേണു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നാണ് അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ അതിന് മുന്നോടിയായിട്ടുള്ള വിവിധ പരിപാടികളിൽ അദ്ദേഹം ഭാഗമായിരിക്കുകയാണ്. ഗംഗയിൽ അദ്ദേഹം പ്രാർത്ഥന നടത്തിയതാണ് ഏറ്റവും ആദ്യമായി ഉണ്ടായത്. അദ്ദേഹം ഗംഗയിൽ പ്രാർത്ഥന നടത്തി. ഒപ്പം അതിനുശേഷം ഇനി കാലഭൈരവ ക്ഷേത്രത്തിൽ ഇനി പ്രാർത്ഥന നടത്താനായി പോവുകയാണ്. ഇന്നൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയുണ്ട്. ഇന്ന് പ്രധാനമന്ത്രി ഈ ദിവസം തന്നെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ തീരുമാനിച്ചത് അത് ജ്യോതിഷ നിർദ്ദേശ അനുസരിച്ചിട്ടാണ്. ഇന്നും ഈ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ നടത്തിയ ഇതിന് സമാനമായിട്ടുള്ള അഭിജിത്ത് മുഹൂർത്തം ഉള്ള ഒരു ദിവസമാണ്. 11:40 ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം ആരംഭിക്കുന്നത്. ആ സമയത്തായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. അതിന് മുന്നോടിയായിട്ട് മറ്റ് എല്ലാ പരിപാടികളിലും പങ്കെടുത്ത് അദ്ദേഹം ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ഇടത്തേക്ക് എത്തുകയാകും ചെയ്യുന്നത്. അദ്ദേഹത്തെ അനുഗമിക്കാനായിട്ട് 12 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാരുണ്ടാകും എന്ന് അറിയുന്നു. ഒപ്പം കേന്ദ്രമന്ത്രിസഭയിലെ എല്ലാ പ്രധാനപ്പെട്ട മന്ത്രിമാരും ഏതാണ്ട് 18ഓളം പേർ ഇന്നലെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. അവരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായിട്ട് ഭരണാധികാരിയുടെ മുന്നിലേക്ക് അവരോടൊപ്പം ഉണ്ടാകും. BJPയെ സംബന്ധിച്ച് ഈ വാരണാസിയിലെ വിജയം ഇത്തവണ ഏറ്റവും മികച്ചതാക്കി മാറ്റുക, മോദി ഫാക്ടർ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതിന് ഏറ്റവും ഉചിതമാക്കുക എന്ന വിധത്തിലാണ് അവർ ലക്ഷ്യമിട്ടിരിക്കുന്നത്. മാത്രമല്ല, ഇനി വരുന്ന 3 ഘട്ടങ്ങൾ BJPയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. അതുകൊണ്ട് ഈ പ്രചരണ രംഗത്ത് വളരെ ശക്തമായിട്ടുള്ള ഒരു മേധാവിത്വം നൽകുന്ന വിധത്തിൽ ഇന്നത്തെ പരിപാടി സംഘടിപ്പിക്കുക എന്നതാണ് BJPയുടെ ലക്ഷ്യം. ഇന്നലെ നടന്ന റോഡ് ഷോ BJP വലിയ രീതിയിൽ രാഷ്ട്രീയമായിട്ട് മുതലെടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായി സാധിച്ചിരുന്നു. ഏതാണ്ട് 6 കിലോമീറ്ററോളം സഞ്ചരിച്ച ആ റോഡ് ഷോ അത് വലിയ രീതിയിലുള്ള ജനസഞ്ചയം സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. BJPയെ സംബന്ധിച്ച് ഇപ്പോൾ അവർക്ക് മുൻ ഘട്ടങ്ങളിൽ ചില ആത്മവിശ്വാസക്കുറവ് ഉണ്ടായിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടി ഇനിയുള്ള ഘട്ടങ്ങളിൽ കൂടുതൽ സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യം BJP മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇന്നത്തെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണം പ്രധാനപ്പെട്ടതാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിന് മുന്നോടിയായിട്ട് നടത്തിയ പ്രതികരണവും ഈ ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. തന്നെ ഗംഗ ദത്തെടുത്തിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാശിക്കാർ തന്നെ ഒരു ബനാറസിയാക്കി, ബനാറസിൽ വസിക്കുന്നവരെ ബനാറസി എന്നാണ് പറയുന്നത്. അങ്ങനെ കാശിക്കാർ തന്നെ ഒരു ബനാറസിയാക്കി മാറ്റി എന്ന് അദ്ദേഹം പറയുന്നതും ഇന്ന് കേട്ടു. രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകി.